ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ദേ ഇന്നെന്റെ ചക്കീനെ സ്കൂളിൽ കൊണ്ടുവിടാണ്ടി പോകാൻ പോവാണ്. അപ്പൊ എന്റെ ചക്കയുടെ സൈക്കിൾ ഇവിടെ കേടായിരിക്കുവാണ്. എന്നാ അതും കൂടെ നന്നാക്കാൻ ഷോപ്പിൽ കൊടുത്തേക്കാന്ന് ഓർത്തോണ്ട് അതും എടുത്തോണ്ട് പോകാൻ പോവാണ്. അങ്ങനെ ചക്കിയുടെ ഷെഡിൽ നിന്നും ചക്കി സൈക്കിൾ ഇറക്കിക്കൊണ്ട് വരുവാണ് കൂട്ടുകാരെ. ഇത് കണ്ടോ? അങ്ങനെ ഇപ്പൊ ഓട്ടോ വരുവേ. ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് നന്നാക്കുന്ന ഷോപ്പിൽ കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ആ വഴി ചക്കീനെ കൊണ്ട് സ്കൂളിലും വിടാം. അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവര് ശരിയാക്കി വെക്കുമല്ലോ. അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ ചക്കിക്ക് വണ്ടി ഓടിക്കാവല്ലോ. അതാണ് ചക്കിയുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങള് ഷോപ്പിലേക്ക് പോയപ്പോ അവിടെ ഷോപ്പ് അടച്ചിട്ടിരിക്കുവാണ്. അപ്പൊ ചക്കിയുടെ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഞാൻ പോവാണ്. വരും ശരിയാക്കി വെച്ചോളാന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞായിരുന്നേ. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് പോവാണ്. ചക്കിക്ക് 12:30 മണി വരെ ഉള്ള ക്ലാസ്. പിന്നെ ചക്കിയുടെ സ്കൂളിൽ പോകുന്ന വഴി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നാലും ഒന്നും കൂടെ കാണിച്ചേക്കാം. ഇതാണ് ഞങ്ങളുടെ ആറ്. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ മീനച്ചിലാറ്? സൂപ്പർ അല്ലേ? അപ്പം അങ്ങനെ പോവാണേ. പിന്നെ ചക്കി ഫുഡൊന്നും കഴിക്കാതെ കൊണ്ടാ പോകുന്നത്. ചക്കിക്ക് പോകുന്നതിന്റെ ടെൻഷൻ എന്താന്നറിയത്തില്ല. ചക്കിക്ക് ഭയങ്കര ടെൻഷനാ സ്കൂളിൽ പോകുന്ന സമയത്ത്. ബാക്കിയുള്ള കാര്യത്തിനൊന്നും ആ ടെൻഷൻ കാണുന്നുമില്ല. അങ്ങനെ ചക്കിനെ ഞാൻ ഇറക്കി വിടുവാണ്. ഞാൻ പോന്നില്ല, അവൻ കയറി പൊക്കോളാമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ ആ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് പോകാനാണ്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങളൊക്കെ എന്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മെസ്സഞ്ചറിൽ കിടന്ന് എന്ത് തള്ളാ, ആ ഒരു ഉത്സാഹമെങ്കിലും ഒന്ന് കാണീരി ഇവിടെ. അതുപോലെ ഉണ്ടല്ലോ കൂട്ടുകാരെ, എല്ലാവരെയും അല്ല ഈ പറയുന്ന കുറച്ച് ആളുകളുടെ ഒരു വിചാരമാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നവര് തീരെ മോശപ്പെട്ട ആൾക്കാരാണെന്ന്. അവരും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവര് തന്നെയാ. നമ്മള് വീഡിയോസ് എടുക്കുന്ന കാണുമ്പോൾ ഒരുമാതിരി പുച്ഛത്തോടുള്ള ഒരു നോട്ടവും ഭാവവുമാണ് അവർക്ക്. ഈ കുറ്റം പറയുന്നവർ ഒന്നോർക്കണം, അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ അപഹർഷതാബോധം കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്നതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പോയി പണി നോക്കുക. ഞാൻ എന്റെ തൊഴിലുമായി ഞാൻ ഇനിയും മുമ്പോട്ട് തന്നെ പോകും. കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പല ഓപ്ഷനുകളും ഉണ്ട്. ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട്, അതെന്ത് വേണേലും ചെയ്യാം. പിന്നെ എന്റെ വീട്ടുകാർക്കോ എന്റെ ഭർത്താവിനോ ഇല്ലാത്ത പ്രശ്നം ഈ നാട്ടുകാർക്ക് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അതുപോലെ ഞാൻ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചും മാന്യമായിട്ടുള്ള വീഡിയോസാ ചെയ്യുന്നതെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ ആരെയും പേടിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഈ മോശം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, 1/2 മീറ്റർ പോലും തികച്ച് തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ പോയി കിടന്ന് കമന്റ് ഇടാനും അവരുടെ മെസ്സഞ്ചറിൽ പോയി മെസ്സേജ് ഇടാനും ക്യൂ നിൽക്കുന്ന ആൾക്കാരാ ഇവര്. എന്നിട്ടാ ഇവര് മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നവര്. അതൊക്കെ പോട്ട് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ചക്കീനെ കൊണ്ടുപോയി വിട്ടിട്ട് വന്ന് ചായ കുടിക്കുവാണ്. നേരത്തെ കുടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളൊക്കെ എവിടെയോ സ്ഥലം എന്നുള്ളതോ എവിടെ ഇരുന്നാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുള്ളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ സ്ഥലം എവിടെയാണെന്ന്. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയാണെന്ന് വീഡിയോസിൽ കൂടെ പറയുന്നുകൊണ്ടും അതല്ലാതെ കൊണ്ട് എൻ്റെ പ്രൊഫൈലിൽ DM ഇട്ടിട്ടുണ്ട്.